പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാൻ തോന്നുന്നില്ല എൻ്റെ കയ്യിൽ കണ്ട 2 ജ്യൂസാണ് ഇരിക്കുന്നത്. ഈ ജ്യൂസിന് പേരൊന്നുമില്ല. ഇത് അനിയൻ്റെ വീടാണ്. ഇതിന് ഞാൻ പേരിടുന്നത് അനിയൻ, അതായത് സജീവൻ സ്പെഷ്യൽ ജ്യൂസ് എന്നാണ് പേരിടുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് നിർദ്ദേശം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ജ്യൂസ് ഉണ്ടാക്കാൻ പോവാം. വെള്ളം കീറിണ്ട്, അത് നോക്കി നോക്കാം. അങ്ങനെ അതിൻ്റെ അണിയുണ്ട്. ഈ ടൈപ്പായിരിക്കണം നാളികേരം കേട്ടോ. കണ്ടോ, അതാ സംഭവിച്ച ചാരണ്ടി എടുക്കാൻ പോണത്. ഇതിന്റെ നാളികേരം കൂടി എടുക്കണം. അപ്പൊ 2 നാളികേരം എടുക്കണ്ട. ഇതിന്റെ കൂടി പെട്ടിട്ട് ആക്കണം. ഈ ജ്യൂസിന്റെ പേരെന്താ? പേരൊന്നും നമ്മളടിക്കാറുണ്ട് അത്ര തന്നെ. വീട്ടിലടിക്കുന്ന ജ്യൂസിന് എന്നിട്ട് പേര് വീട്ടിലെ ജ്യൂസ്. പക്ഷേ തണ്ണിമത്തൻ ഇവിടത്തില്ല കേട്ടോ. തണ്ണിമത്തൻ കുറച്ചാൾ മുമ്പാണെങ്കിൽ അല്ലാട്ടിൻ്റെ വീട്ടിൽ തണ്ണിമത്തൻ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ തണ്ണിമത്തൻ മാത്രം നമ്മൾ വാങ്ങിച്ചതാണ്. ഇനി തണ്ണിമത്തൻ ഇതിൻ്റെ അളവിലേക്ക് തന്നെ എടുക്കണം കേട്ടോ. അതേരിക്കണ്ടേ? അതിരിക്കട്ടോ. അത് ഈ പാത്രത്തിൽ ഇങ്ങനെ ഇങ്ങനെ ഇട്ടാൽ പോരാ. പാടുന്നത് ഇപ്പം മതി മതിയില്ലേ? അത് മതി. എന്തായാലും കുഴപ്പമില്ല. ഒരു കൂടുതൽ തന്നെ കൂടുതലാണ്. മറ്റേ പോയി ഈ വെള്ളം ഇത് ചോദിക്കാം. മതി. ഒരു തണ്ണിമത്തൻ്റെ പകുതിയേക്കാളും അല്പം കൂടിയും കൂടുതലാണ് എടുത്തോണം കേട്ടോ. അതിലേക്ക് ജ്യൂസ് അടിക്കാം. ബാക്കിൽ നമ്മൾ എടുത്തോണം. അതിന് കോഴി കൊടുക്കാം. ഇത് കോഴികൾ കൊടുക്കാനാ. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് പുതിനയില പൊട്ടിക്കുന്നുണ്ട്. പുതിനയില പൊട്ടിക്കാൻ പോകുന്നുണ്ട് കോഴികൾക്ക്. യുദ്ധം നടത്തും. അതിന് ആ പച്ചല മാത്രമാക്കി മാറ്റും. പച്ച കളറല്ലേ, അത് മാത്രമാക്കിയിട്ടുള്ള മാറ്റും. ഇപ്പോൾ പുതിനയില വീട്ടിൽ തന്നെ പൊട്ടിച്ചത് കൊണ്ടുവന്നു കേട്ടോ. കഴുകി ഇത് വേറെയായിട്ട് മിക്സിയിലടിക്കുക, ഇത് വേറെയായിട്ട് മിക്സിയിലടിച്ച് 2 ആയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരും കേട്ടോ. ഇത് തണ്ണിമത്തനും പുതിനയിലും കൂടിയിട്ട് മിക്സിയിലടിച്ചാണ്. ഇതൊന്ന് ജ്യൂസിൻ്റെ അരിപ്പയിൽ ഒന്ന് അരിച്ചിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ കുറച്ച് കൊറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ആക്കിയിട്ടുള്ളതാണ് ഇത്. ഇത് നമ്മുടെ നാളികേരം അടിച്ചാണ് കേട്ടോ. ഐസ്ക്രീം പോലെ കണ്ട. നാളികേരത്തിൻ്റെ പാകം ഇതാണ് കറക്റ്റ് പാകന്ന്. വല്ലാണ്ട് മൂപ്പുള്ള നാളികേരം പാടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാമ്പില്ലാണ്ടിരിക്കാനും പാടില്ല. ഇനി എന്താ ചെയ്യാ? ഇങ്ങനെ ചെയ്യാൻ പോകണം. ഇത് മിക്സ് ചെയ്യാൻ പോകണേ. അതിൽ മിക്സ് ചെയ്യാലോ. ആ അതെ, ഇങ്ങനത്തെ ഒരു ടവർ എടുത്തു. അതിലേക്ക് ആദ്യം ഇതൊന്നുമില്ല, കൂടി മിക്സ് ചെയ്യുക. അത്രയേ ഉള്ളൂ. മിക്സിങ്ങുള്ള സിമ്പിൾ പണി. കരിക്ക് കിട്ടണം എന്നുള്ളൊരു പ്രശ്നമുള്ളൂ. കുറച്ചിരിക്കും കഴിച്ചോ. കലക്കാൻ കേട്ടോ. അല്ല അതിൻ്റെ അടിയിലേക്ക് ഒക്കെ പോരാൻ വേണ്ടിയിട്ടായിരിക്കും ചോദിച്ചത്. ഈ സാധനത്തിലേക്ക് ഒഴിക്കല്ല. മിക്സിയിൽ ഒന്നും കൂടി വെച്ചിട്ട് വെറുതെ ഒരു
ജർക്കേണ്ടി വരും. ആ ഇത് മിക്സിയിലൊന്ന് ഒന്നുകൂടി ജർക്കേണ്ടി വരും. ആ അത് ഈ കട്ടകളുണ്ടാവില്ല. നല്ല കണ്ടമാന സമയം കളക്കിയിരിക്കണം. നല്ല ഇളക്കിക്കൊണ്ടിരിക്കണമെന്ന്. തേൻ ഒഴിച്ചിട്ട് ഇനി ഇരിക്കി തേൻ ഒഴിക്കാൻ പോകണം കേട്ടാ. മധുരം നോക്കിയിട്ട് തേൻ ഒഴിക്കുന്നില്ല. മാനാൻ്റെ ഇഷ്ടം. മധുരം ഉണ്ട് എന്നാലും തേൻ ഒഴിക്കണം. തേൻ ഒഴിക്കാൻ പോകണം കേട്ടാ. പഞ്ചസാര ഇല്ല, തേൻ തന്നെ ഒഴിക്കണം. പഞ്ചസാര ഒഴിച്ചാൽ ആ ടേസ്റ്റ് കിട്ടില്ല. ഒന്ന് മധുരം കൂടുതലുള്ളവർക്ക് കൂടുതൽ ഒഴിക്കാം, ഇഷ്ടമുള്ളവർക്ക്. ഇനി ഒന്ന് ജർക്ക് ചെയ്തെടുക്കണം. ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചുകൊണ്ട് ജർക്ക് ചെയ്യുക. കഴിഞ്ഞാൽ തണുപ്പിച്ച് കഴിഞ്ഞാൽ റെഡി. ഗ്ലാസ് എത്തില്ലേ? ഗ്ലാസ് കൊണ്ട് മധുരം കൂടിയും ചേർക്കേണ്ടത്. രണ്ട് ഐസിന്റെ കഷ്ണം പൊട്ടിച്ചിട്ടുണ്ട് കേട്ടാ. രണ്ട് അല്ലെങ്കിൽ ഇത് ഇനി ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടാണ് സാധനം കുടിക്കണമെങ്കിൽ. അല്ലാണ്ട് കുടിക്കാം. അല്ലാണ്ട് ഞങ്ങൾ കുടിക്കാൻ പോണത്. അപ്പം എങ്ങനെയുണ്ട് നോക്കട്ടെ. നല്ല കട്ടിയുണ്ടല്ലേ? നല്ല കട്ടിയില്ല വരെ. ഇത് മറ്റേ ജ്യൂസിൻ്റെ പേരില്ല, ഒരു നല്ല ആരോഗ്യമുള്ള ഇത്, ശരീരത്തിന് നല്ല ജ്യൂസ്. അതിന് പ്രത്യേകത. അപ്പം ഈ ജ്യൂസ് കുടിക്കണേട്ടാ, ഞാൻ കുടിക്കണേ. ഇത് തണുപ്പിച്ചിട്ട് വേണം കഴിക്കാൻ തന്നെ സജീവൻ പറയണത്. നല്ല രസം, നല്ല രസമുണ്ട്. കൂളായിട്ട് കുടിക്കാം, ഒരു പറക്കൊട്ട കുടിക്കാം. പെട്ടെന്ന് നോക്കോളും. ഈ സാധനേ ഫ്രിഡ്ജിൽ തണുപ്പിച്ചിട്ട് കുടിക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. നല്ല രസമുണ്ട് കേട്ടാ സാധനം. അപ്പോൾ സാധനം ക്ലിക്കാണ്. നിങ്ങൾ ഇങ്ങനത്തെ ജ്യൂസ് ഉണ്ടാക്കുക. വലിയ കരിക്കൊന്നും വേണ്ട, തണ്ണിമത്തണ്ടായാൽ മതി. ഇതാ അടിപൊളി സാധനം. കരിക്ക് വേണം, അപ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് വരെ. അപ്പോൾ നമുക്ക് നിർത്താണ്. അപ്പോൾ നമുക്ക് അടുത്ത ഇത് സിമ്പിൾ ഇതാണ് കേട്ടോ. അതിന് കഥയും തിരിയുന്നില്ല. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ വരെ നന്ദി, നമസ്കാരം കേട്ടോ.